അത് വന്നിട്ടാണ് വേറൊരു ദിവസമായിരിക്കും മനസ്സിലാവും. ഈ മാസം തന്നെയാ. എന്തിനാ അറിഞ്ഞിട്ട് എന്തിനാ നീ എന്തിനാ ഇതും പിടിച്ചിട്ട് നടക്കുന്നത്? അടുത്ത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പുതിയ പരിപാടിയാ. പാവക്കുട്ടി ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ. എടാ നീ ട്രെൻഡ് സൃഷ്ടിക്കണം എന്ത് ചെയ്യണം അറിയോ? നീ തൂറല് വളിയിടല് ഈ തിന്നിട്ട് ഓടല് ഈ മണപ്പിക്കല് ഇതെല്ലാം നിന്റെ ഇത്. അല്ലാണ്ട് നീ എന്തല്ലോ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പറ്റില്ലല്ലോ. ഓ അതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യൂ. പിന്നെന്താ പി സി വില തൂറൂലേ? ഒന്നും എന്റെ അടുത്ത് വരല്ലേ. ഞങ്ങൾക്ക് ഇന്ന അല്ലെങ്കിൽ തന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുള്ള എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചടാ. ഇവിടെ വരാപ്പുഴ നാട്ടിൽ നിന്നും കൂടി നമ്മളെ ഓടിക്കും ഇവരെല്ലാം കാരണം. ഇവിടെ ട്രെയിൻ ഇഷ്യൂവും ഫ്ലൈറ്റ് ഇഷ്യൂവും കഴിഞ്ഞ അടുത്ത് ഇതാന്ന്. അടുത്ത ഇവ എന്താക്കിയറിയോ? ഡ്രസ് ഇടാണ്ട് ബൈക്ക് എടുത്ത് പോവാ രാത്രി മഴയത്ത്. അത് പറയാൻ നല്ല മഴയല്ലേ. അതുകൊണ്ട് മഴയാന്ന് വിചാരിച്ചിട്ട് ഡ്രസ് ഇടാണ്ട് വണ്ടി എടുത്തിട്ട് പോവാൻ ആരെങ്കിലും എടാ കേസാടാ ഓട്ടാ. അതൊരു വൈബാണ്. അങ്ങനല്ല പറയിപ്പിച്ചു നാട്ടുകാരെ മൊത്തം കംപ്ലൈന്റ് പറയാ. ഇവര് രാത്രി വേറെ വന്നേ ഇങ്ങനെ രണ്ടിനോട് അങ്ങ് സംസാരിക്കാണ്ട് ഇങ്ങോ വാ. ഞാൻ പറഞ്ഞുതരാം. രാത്രി മഴ പെയ്തിട്ട് നിൽക്ക്, ഞാൻ കാണിച്ചുതരാം. CCTV ഉണ്ട്. CCTV ഞാൻ കാണിച്ചുതരാം നിൽക്ക്. ഒരു മിനിറ്റ്. ഇതെന്താണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ രണ്ടാളും പറയണം. ഇതെന്താണ് സംഭവം? ഇതെന്താന്ന് ചോദിച്ചടാ. ഇതെന്താന്ന് അമ്മ മാസ് കാണിക്കാൻ പറ്റും മൈൻഡ് ആക്കാണ്ട് ഇതെല്ലാം സില്ലി എന്നുള്ള ലെവലിൽ നിന്നാ അടുത്ത മൊത്തിക്കടി കിട്ടും. അടുത്ത അടി ഞാൻ അടിക്കും. നിക്കിത് കോമഡി അല്ലടാ. ഇത്ര നമ്മളെ ഒരു കൊല്ലം ഇവിടെ വരാപ്പോ നിൽക്കുന്നത്. ഇതുവരെ ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും ഒരു നാട്ടുകാർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു? മലയാളിക്ക് നിൽക്കുന്ന ഇത് ഞാൻ കാണിച്ചു അടുത്തോലിപ്പം വരും. ഞാൻ ഉണ്ടോന്നാ ഞാൻ കാണിച്ചരാ. എന്താ പറയാ നിങ്ങള്? രണ്ടും കൂടി പോന്നണ്ട. ആരാവേശാക്കി എന്നുള്ളതല്ല. ആരാ മൂത്തത്? പിന്നെ അപ്പൊ നീയല്ലേ അടിപൊളിയാണ്. ഇത് ഭയങ്കര ആൾക്കാരെല്ലാം കാണുമ്പോൾ നമ്മൾ ഇതിന്റെ അപ്പുറത്തെ സ്റ്റാർട്ടിങ്ങിൽ എന്താ ഉള്ളത്? മയത്ത് കുളിക്കുന്ന ഞാൻ ഇറങ്ങുന്നില്ല. ഇവന്റെ വിളിച്ചിരിക്ക ഫസ്റ്റ് ഓനാക്കിന്ന് കണ്ടാ ഫസ്റ്റ് ഇറങ്ങിയത്. അതാ അതിന്റെ വേക്കിൽ വീഡിയോ എടുത്തോണ്ടാ വരുന്നത്. അതാ വീഡിയോ ഞാൻ ചോദിക്കുന്നു പോയിട്ട് എന്തെല്ലാം ചെയ്തതെന്ന് കറക്റ്റ് പറ. ആരെല്ലാം പറയിപ്പിച്ച് എന്തെല്ലാം ചെയ്തെന്ന് കറക്റ്റ് പറ. എന്നാ പിന്നെ അതിന് കണക്കായിട്ട് അടുത്തത് ചെയ്യാൻ പറ്റും. കാരണം അടുത്ത ആള് നാളെ എന്തായാലും ഒരാൾ വന്ന് കംപ്ലൈന്റ് പറയും. ഉറപ്പായിട്ട് പറയും അടുത്ത ആള് വരും. പാർട്ടിക്കാരും കൂടെ വരാനുള്ളൂ. സത്യം ഉള്ള പോലെ പറയാം. അതായത് ഇന്നലെ രാത്രി 11 മണിക്ക് നമ്മൾ രണ്ടുപേരും 10:14 നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ബൈക്കെടുത്ത് പോകണമെന്നുള്ള അപ്പൊ ആ പൂച്ചനെ എടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഇപ്പടുത്തന്നെ പൂച്ചനെ ഞാൻ കുളിപ്പിച്ച് പൂച്ചയാണ് ജീവിതത്തിൽ കുളിക്കാത്ത കുളിപ്പിച്ചതിനെന്താ? കണ്ടാ പൂച്ച എടുത്ത് വിടും. പൂച്ചനെ അടിച്ചിട്ടെല്ലാം കൊണ്ടിരുന്നത് വലിക്കെല്ലാം ചെയ്യുന്നവന് ബാട നിറച്ച് വണ്ടിയിലുള്ളിൽ പോയ പൂച്ചന
എടാ നീ ഇത്ര പാമ്പല്ലേ അതിൽ മരണ പാമ്പാണ് അതിന് മരണ പാമ്പാണ് നിങ്ങൾക്ക് പൂച്ചനെ കുറിച്ച് മയത്ത് കുളിപ്പിക്കുന്നുണ്ട് അത് വലിയ ഇതൊന്ന് ഞാൻ പറയുന്ന അതാ പാമ്പ് ഇതെന്താ പാമ്പ് നടന്ന് കാസ്ട്രോ പാമ്പുമായിട്ട് എന്താ ബന്ധം? കാസ്ട്രോ എന്ത് ചെയ്ത്? അല്ല ഞാൻ പറയുന്നത് ഇവരെന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഇത് നാളെ നാട്ടുകാർ വന്നിട്ട് നമ്മളോട് ഇവിടുന്ന് ഇങ്ങനെ ഇത് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ശരിക്കും ഇന്നലെ പോയതിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവിടെ അനങ്ങാണ്ട് നിൽക്കുമ്പോ നമുക്ക് മഴ വന്നു. റാംബോനെ വിളിക്കും. ഇവിടെ മഴ പെയ്തു. എനക്ക് ഇവിടെ ചീട്ട് കളിക്കണ്ട. എനിക്ക് നിങ്ങളെ ഈ തീട്ട കേസും കൊണ്ട് നിൽക്കാൻ കഴിയില്ല. റാംബോ ഡീൽ ചെയ്യട്ടെ. റാംബോനെ വിളിക്കും. ഇത് ഇവനെ വേറെ ഇത്ര സമയം ഇവൻ ബാക്കിലുണ്ടായിനോ ക്യാമറയില്? ഹൾക്ക് ഇവനെ പരിചയപ്പെടുത്തിയില്ല. ഹൾക്ക് എന്ന് പറയുന്നുണ്ടേനു. അല്ല അവിടെ അത് നിൽക്കാൻ പരിചയപ്പെടുത്തരാം. അത് ഒരു ദിവസത്തേക്ക് നിൽക്കാൻ വന്നേ ഗ്യാങ് ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. പൂച്ചനെ കുളിപ്പിച്ചാൽ റമദാന് സ്പിൻ ചെയ്താൽ ശരിയാവൂല. കാരണം അതിൽ ഫ്രഞ്ച് കിസും ഷഡ്ഡി ഡാൻസും എല്ലാം ഉള്ളത്. പിന്നെ അത് റമദാൻ മരണം മോശം. ഖുറാൻ പിന്നെ റമദാന് കുപ്പായിട്ടിട്ട് കുപ്പായിടാണ്ട് പോകുന്നതാണ് നല്ലത്. റീൽസ് എടുക്കാലോ നീ? അതെ റീൽസ് എടുക്കാൻ പോയിട്ട് അപകടത്തിൽ പെട്ട എത്ര ആൾക്കാരാണ് എനിക്കറിയോ? റീൽസ് എടുക്കാൻ പോയിട്ട് അപകടത്തിൽ വെള്ളച്ചാട്ടത്തിൽ വീണ് വെച്ച റോഡിൽ ആക്സിഡന്റ് ആയ ആൾക്കാരുണ്ടാവും. അറിയാം എനിക്ക് റീൽസ് ആണോടെ ജീവിതം? ആരാ എടുത്തത്? ഇവർക്ക് എടുക്കാനുള്ള ബുദ്ധിയില്ല. എന്തിനാ ഞാൻ ഇങ്ങനെ റീൽസ് എടുക്കുന്നത്? വരാൻ പറ, അത്യാവശ്യം അല്ല ഇവരുണ്ട്. നിങ്ങൾ റാംബോനെ എടുത്തേക്കോ. ഓൻ നോക്കിക്കോളൂ. ഇല്ല എന്തായാലും ഇതിന് പണിഷ്മെന്റ് ഉണ്ട്. ഞാൻ കാര്യം പറയാലോ. റാംബോ അവിടെ അമ്പലത്തിന്റെ ആണെന്നാലും മനസ്സിൽ കംപ്ലൈന്റ് പറഞ്ഞു. ഈ ഡ്രസ്സ് ഇടാണ്ട് പോയിട്ട് ഇതാക്കിന്ന് പറഞ്ഞിട്ട് മറ്റേ റോട്ടുമ്പിലെ ഡ്രസ്സ് ഇടാണ്ട് 2 പിള്ളേർ വണ്ടി ഓടിച്ചു പോകുന്ന പോലും. രാത്രി ഇതൊന്നും നീ കാണുന്നില്ലേ? ഇത് നോക്ക്. നീ അറിഞ്ഞത്? എന്തോ ഒരു മിനിറ്റ് ഡ്രസ് ഇട്ടിട്ട് മേളി വന്ന് ഡ്രസ് ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു. താമസിക്കും, പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഡ്രസ് കണ്ട് പോക്കാ. എടാ നീയല്ലട കാറിന് വരും. നീയല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടത്. വിശന്ന് വെച്ചിട്ട് ഡ്രസ് ഇടാണ്ട റോട്ടുമ്മലേക്ക് നോക്ക്. അല്ല ഇമാരല്ലെങ്കിൽ ഇവിടെ ഡ്രസ് ഇടൂലല്ല. എടാ റോഡല്ലടാ. ഇപ്പൊ ആരോട് ഇത് പറയാനാണ്? ഇത് പൊട്ട നോക്കാൻ ഏൽപ്പിച്ചാൽ തന്നെ പൊട്ടെ. പിന്നെ ഇത് ആരോടെ ഞാൻ പറയേണ്ടത്? മുനു ആണെങ്കിൽ ഇല്ല, മുനുവും പോലെ മുനു നോക്കുവാനും. ഇതെന്ത് പണിഷ്മെന്റ് കൊടുക്കുക? ഇതിപ്പോ ആർക്ക് പണിഷ്മെന്റ്? എനിക്കാണ് പണിഷ്മെന്റ്. അപ്പൊ എണീച്ച് എനിക്ക് ചീട്ട് കളിക്കണം. അപ്പോ എണീച്ച് പോടാ എണീച്ചിട്ട് എണീക്കടാ. ഇനിങ്ങനെ മാസ്റ്റർ പ്ലാൻ കാസ്ട്രോ ക്യാപ്ഷൻ